ഹായ് സ്റ്റുഡൻസ്, മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ICC ക്ലാസ് 10ൻ്റെ ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ന്യൂ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വാട്ടർ റിസോഴ്സസ് എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം വളരെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററും കൂടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് ഇന്ന് കൂടുതൽ വരാനുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാട്ടർ റിസോഴ്സസിനകത്ത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സസിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്, വാട്ടറിൻ്റെ സോഴ്സസ് എന്ന് പഠിക്കണം, ഏതൊക്കെ ടൈപ്സ് ഓഫ് വാട്ടർ സോഴ്സസ് അവൈലബിൾ ആണെന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഇറിഗേഷൻ പഠിക്കണം. ഓക്കെ, ഇന്ത്യയിലുള്ള ഇറിഗേഷൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് ഇറിഗേഷൻ പഠിക്കണം. ഇറിഗേഷൻ മെത്തേഡ്സ് പഠിക്കണം. ഇറിഗേഷൻ മെത്തേഡ്സിനകത്ത് തന്നെ 2 മെത്തേഡുണ്ട്, അത് നോക്കണം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നീഡ് ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ടർ ആണ്. അതെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. നീഡ് ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ടർ ആൻഡ് കൺസർവേഷൻ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കണം. അടുത്ത റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നോക്കണം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ആൻഡ് ഇറ്റ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള സോഴ്സസ് ഓഫ് വാട്ടറിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സോഴ്സസ്? അതായത് വാട്ടറിന് നമുക്കറിയാം, നമ്മുടെ എർത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ. ഓക്കെ, എർത്തിനകത്ത് എന്ത് കാണപ്പെടുന്നു? വാട്ടർ കാണപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. എർത്തിൻ്റെ 71% എന്താണ്? വാട്ടറാണ്. ബാക്കി 29% ലാൻഡായിട്ടുള്ളത്. അപ്പം എർത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് വാട്ടർ. അപ്പോൾ വാട്ടർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതായത് എന്തൊക്കെയാണ് വാട്ടറിൻ്റെ സോഴ്സസ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് പ്രധാനമായിട്ടും വാട്ടറിന് 2 സോഴ്സസ് ആണ് ഉള്ളത്. ഒന്ന് സർഫസ് വാട്ടറും 2 ഗ്രൗണ്ട് വാട്ടറും. സർഫസ് വാട്ടർ എന്ന് പറയുന്നത് ദ വാട്ടർ അവൈലബിൾ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റിവർ, ലേക്സ്, ഓഷൻസ് ആൻഡ് പോൺസ് ഈസ് കാൾഡ് സർഫസ് വാട്ടർ. അതായത് നമ്മൾ സാധാ കാണുന്ന സർഫസിൽ കാണുന്ന വാട്ടർ, അതായത് നമ്മളിപ്പം ലേക്സ് ഉണ്ട്, പോൺസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ഓഷൻസ് ഉണ്ട്, സീ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ സർഫസിലാണ്, എർത്തിൻ്റെ സർഫസിലാണ് വാട്ടർ സോഴ്സായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർഫസ് വാട്ടേഴ്സൊക്കെ നിങ്ങൾക്ക് എഴുതാറിയാലോ. നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിവേഴ്സ് ഉണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലേക്സ് ഉണ്ട്, അതുപോലെ സീ ഉണ്ട്. ഓക്കെ, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർഫസ് വാട്ടർ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, അതായത് ഇൻഡസ്, ഈ 3 നദികളിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സർഫസ് വാട്ടർ രൂപം കൊള്ളുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സോഴ്സാണ് ഗ്രൗണ്ട് വാട്ടർ. അതായത് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാട്ടർ ദാറ്റ് ഫൗണ്ട് ബീനീത്ത് ദ എർത്ത് സർഫസ് ഈസ് കാൾഡ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിൽ കാണപ്പെടുന്ന വാട്ടർ സോഴ്സാണ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അതായത് നമ്മളിപ്പം കിണർ കുഴിക്കുമ്പോൾ നമ്മൾ സർഫസിലല്ല വാട്ടർ കാണപ്പെടുന്നത്. അപ്പോൾ കിണർ കുഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്രൗണ്ട് വാട്ടറാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ആ ഭൂമിക്ക് അടിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ജലമാണ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ. അതായത് അവിടെ ആ വാട്ടർ എന്തായിരിക്കും? ആ വാട്ടർ ഫ്രഷ് വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീയിലുള്ള വാട്ടർ ഫ്രഷ് വാട്ടർ അല്ല. ഓക്കെ, അത് മിനറൽസൊക്കെ ചേർന്നത്. പക്ഷേ ഗ്രൗണ്ട് വാട്ടർ എന്താണ്? ഫ്രഷ് വാട്ടറാണ്. എർത്തിലുള്ള 98% ഫ്രഷ് വാട്ടറും എന്താണ്? ഗ്രൗണ്ട് വാട്ടറാണ്. ഓക്കെ, നിങ്ങൾ 98% ഗ്രൗണ്ട് വാട്ടർ ഫ്രഷ് വാട്ടറാണ്. ഓക്കെ, നോക്കിയാൽ ദ മെജോറിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് ദെയർഫോർ ഫൗണ്ട് അണ്ടർഗ്രൗണ്ട് ആസ് സോയിൽ മോയ്സ്ചർ ആൻഡ് ഇൻ അക്വിഫയേഴ്സ്. Ground water can feed the streams, which is why a river can keep flowing even when there has been no precipitation. അതായത് എന്താണ്? ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ് ഈ സർഫസ് വാട്ടറിലോട്ട് വരുന്നത്. ഓക്കെ, അതായത് സർഫസ് വാട്ടറിലുള്ള ആ ഒരു സ്ട്രീംസ്, അതായത് ഈ റിവേഴ്സിൻ്റെ സ്ട്രീംസൊക്കെ അല്ലേ, അതിന് ഫീഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ്. ഓക്കെ, അതായത് ചില നദികളൊക്കെ വളരെ ഡ്രൗട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഈ ഗ്രൗണ്ട് വാട്ടർ പോലാണ്. അപ്പോൾ അത് ഗ്രൗണ്ട് വാട്ടർ സോയിലിൽ നിന്ന് മേളിലോട്ട് പൊന്തി വരും. ഓക്കെ, എന്നിട്ട് എന്താവും? സർഫസ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണപ്പെടുന്ന ആ സ്ട്രീംസ് എന്നൊക്കെ പറയുന്നത്. ചെറിയ സ്ട്രീംസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ ആ ഒരു
ഫോറസ്റ്റിലായാലും പിന്നെ നമ്മുടെ മൗണ്ടൻ റേഞ്ചസിലൊക്കെ ആയാലും വരുന്നത് എന്താണ്, ഇങ്ങനെയുള്ള വാട്ടേഴ്സാണ്. ഓക്കെ, അത് തന്നെയാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അടുത്തത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഇത് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ സർഫസ് വാട്ടറിനകത്ത് എന്താണ് ആദ്യത്തെ പോയിൻറ്റ്? ദ വാട്ടർ ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് സർഫസ് വാട്ടർ. ഓക്കെ, പക്ഷേ ഗ്രൗണ്ട് വാട്ടറിനകത്തോ ദ വാട്ടർ ലൊക്കേറ്റഡ് ബിലോ ദ എർത്ത് സർഫസ് ഈസ് നോൺ ആസ് ഗ്രൗണ്ട് വാട്ടർ. രണ്ടാമത്തെ പോയിൻറ്റ്, സ്ട്രീംസ്, റിവേഴ്സ്, ലേക്സ് എക്സെട്ര ആർ മേജർ സോഴ്സസ് ഓഫ് സർഫസ് വാട്ടർ. അടുത്ത ഗ്രൗണ്ട് വാട്ടറിനകത്ത് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ പോറസ് സോയിൽ ആൻഡ് റോക്സ്. അതായത് ഈ ഭൂമിക്കടിയിലുള്ള റോക്സിനകത്തും സോയിൽസിനകത്തും ശേഖരിച്ചേക്കുന്നതാണ് ഗ്രൗണ്ട് വാട്ടർ എന്നാണ് പറയുന്നത്. അടുത്ത സർഫസ് വാട്ടറിനകത്ത് ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അത് നമുക്ക് ലേക്സ്, റിവേഴ്സ് അതൊക്കെ ഡയറക്റ്റ് യൂസ്ഡ് ഫോർ ഇറിഗേഷനാണ്. പക്ഷേ ഗ്രൗണ്ട് വാട്ടർ എന്താണ്, ഡയറക്റ്റ് യൂസ് അല്ല, നമുക്ക് എന്താണ് കുഴിച്ചെടുക്കണം. ഓക്കെ, അതായത് കിണറിൽ നിന്നോ അല്ലെങ്കിൽ വലിയ പമ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് എന്താ പറ്റുമോ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ 3 പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും തമ്മിലുള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇറിഗേഷനെ കുറിച്ചാണ്. ഇറിഗേഷൻ എന്താണ്? ഇറിഗേഷൻ്റെ മലയാളം എന്താണ്? ഇറിഗേഷൻ്റെ മലയാളം ജലസേചനം എന്നുള്ളതാണ്. ഓക്കെ, ഇറിഗേഷൻ്റെ മലയാളം ജലസേചനം എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഇറിഗേഷൻ ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. മേജർ പോർഷനും അഗ്രികൾച്ചറാണ്. അപ്പോൾ ആ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് ഇറിഗേഷനാണ്. ഇറിഗേഷൻ്റെ ഡെവലപ്മെൻറ്റ്സും ഇറിഗേഷൻ്റെ പ്രാക്ടീസസും ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഡാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോജക്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇന്ത്യയിൽ ഇറിഗേഷൻ. അത് ഇറിഗേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സപ്ലൈയിങ് വാട്ടർ ബൈ ആർട്ടിഫിഷ്യൽ മീൻസ് കാൾഡ് ഇറിഗേഷൻ. അതായത് ആർട്ടിഫിഷ്യൽ മീൻസിലൂടെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ക്രോപ്സിനും നമ്മുടെ ഫാമിങ്ങിനൊക്കെ വേണ്ടി കൊടുക്കുന്ന വാട്ടർ സപ്ലൈ ആണ് പ്രോസസ്സാണ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് സപ്ലൈയിങ് വാട്ടർ ബൈ ആർട്ടിഫിഷ്യൽ മീൻസ് ഈസ് കാൾഡ് ഇറിഗേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇറിഗേഷനാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വളരെ ലെങ്തി ആയിട്ട് കൊടുത്തേക്കുന്നൊരു 7-8 പോയിൻ്റാണ്. അത് ഞാൻ ഇവിടെ ചുരുക്കി കൊടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക എന്നിട്ട് ഈ പോയിൻ്റ് നോക്കുക. ഓക്കെ, ടെക്സ്റ്റ് വായിക്കുക എന്നിട്ട് ഈ പോയിൻ്റ് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്ന പോയിൻ്റ് സീക്വൻസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് പോയിൻ്റ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഇറിഗേഷനെ കുറിച്ച് ഫസ്റ്റ് പോയിൻ്റ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ ആണ്. Uneven distribution of rainfall. Rajasthan receives less than 25 cm every year, while Assam it is 150 cm. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ ആണ്. അതായത് മഴ നമ്മുടെ നാട്ടിൽ പെയ്യുന്നുണ്ട്, പക്ഷേ ആ പെയ്യുന്ന മഴ എല്ലായിടത്തും ഒരുപോലല്ല. ഓക്കെ, നമ്മുടെ കേരളത്തിലാണ് നല്ല മഴ ലഭിക്കുന്നതെന്ന് പറഞ്ഞ് രാജസ്ഥാനിലോ മധ്യപ്രദേശ്, UP അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഴ വളരെ കുറവായിരിക്കും. ഓക്കെ, അതായത് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ ആണ് നമ്മുടെ ഇറിഗേഷന് വേണ്ടി. അതായത് റെയിൻഫാൾ കുറവുള്ള സ്ഥലത്ത് ആരംഭിക്കുന്നു? ഇറിഗേഷൻ പദ്ധതികൾ ആരംഭിക്കുന്നു. അതായത് ഇവിടെ നോക്കിയാൽ രാജസ്ഥാനിലെ മഴയുടെ അളവെന്ന് പറയുന്നത് ലെസ് ദാൻ 25 ആണ്. കാരണം രാജസ്ഥാൻ ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതുകൊണ്ട് ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ അസം, മേഘാലയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 150 സെൻറ്റിമീറ്റർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള ഈ മൗസിൻഡ്രം, ചിറാപുഞ്ചി പോലുള്ള മേഖലകൾ അത് അസമിൻ്റെ ആ ഭാഗത്താണ്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ റെയിൻഫാൾ ഉണ്ട്. അതുകൊണ്ട് അതായത് ഇറിഗേഷൻ്റെ ആവശ്യമില്ല. അതാണ് ഫസ്റ്റ് പോയിൻ്റ്, അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ. അടുത്ത സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സീസണൽ റെയിൻഫാൾ ആണ്. സീസണൽ റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഹാസ് എ ഇയർ ലോങ് അഗ്രികൾച്ചറൽ സീസൺ, ബട്ട് ഇന്ത്യസ് റെയിൻഫാൾ ഈസ് concentrated over a 4-month period from June to September, while the rest of the year is dry. If irrigation is provided, then multiple cropping is possible. അതായത് നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ മഴയൊന്നും പെയ്തുകൊണ്ട് നിൽക്കത്തില്ല.
കാരണം നമുക്ക് സീസൺ അനുസരിച്ചേ മഴ കിട്ടത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ മഴ എന്ന് പറയുന്നത് ഇപ്പോൾ ജൂണിൽ മഴ തുടങ്ങി സെപ്റ്റംബറിൽ മഴ തീരും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മഞ്ഞുകാലമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ജനുവരി ഫെബ്രുവരിയൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ നല്ല തണുപ്പും, പിന്നെ കുറച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്. അപ്പം ഈ റെയിൻഫാളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സീസണൽ റെയിൻഫാൾ എന്താണ്, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രൈ സീസണിൽ നമുക്ക് എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ക്രോപ്സിന് വാട്ടർ സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഇറിഗേഷൻ ഇമ്പോർട്ടൻസ് ആവുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഫോർ ഇയർ ലോങ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ എന്ന് പറയുന്ന സീസൺസ് എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചറൽ സീസൺ. ഇപ്പോൾ വിൻ്ററിലും നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ വിൻ്ററിലും എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ചെയ്യുമ്പോൾ ആ ഒരു വിൻ്റർ സീസണിലും എന്ത് ലഭിക്കണം, ക്രോപ്സിന് നമ്മുടെ വെള്ളം ലഭിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇറിഗേഷൻ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ഇറിഗേഷന് അവിടെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത 4ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മൺസൂൺസ് ആർ മോസ്റ്റ് അൺസർട്ടൻ. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സീസൺസ് എന്ന് പറയുന്നത് മൺസൂൺ സീസൺസാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ജൂൺ ജൂലൈ ആ ഒരു മാസങ്ങളിലുള്ള മൺസൂണും പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിലുള്ള മൺസൂണുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മൺസൂൺ സീസൺ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത്ര ജൂണിൽ തന്നെ ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അൺസർട്ടൈൻ ആയിട്ടാണ് മഴ പെയ്യുന്നത്. നമുക്കെപ്പോൾ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പെയ്താൽ പെയ്തു എന്നല്ല, എത്ര അളവിൽ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മുടെ നാട്ടിൽ വന്ന പോലെ കൂടുതൽ മഴ പെയ്യാം, അപ്പോൾ പ്രളയമൊക്കെ വരും, അപ്പോൾ കൃഷിയെല്ലാം നശിച്ചു പോകും. ഓക്കെ, ചിലപ്പോൾ മഴ പെയ്യാതിരിക്കാം, അപ്പോൾ നല്ല വരൾച്ചയായിട്ട് കൃഷി എന്ത് ചെയ്യും, ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ അൺസർട്ടൻ ആയിട്ടുള്ള റെയിൻഫാൾ ഒരു കാരണമാണ്. ഓക്കെ, അതും എന്ത് തന്നെയാണ്, നമുക്കിപ്പോൾ മഴ പ്രതീക്ഷിച്ച് മാത്രം കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു, ഇറിഗേഷനെ ആശ്രയിക്കുന്നു. അപ്പോൾ അതൊരു പോയിൻ്റാണ്, മെയിൻ പോയിൻ്റാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ആൾ ക്രോപ്പ് ഡു നോട്ട് ഹാവ് സെയിം വാട്ടർ റിക്വയർമെൻറ്റ്. അതായത് എല്ലാ ക്രോപ്സിനും സെയിം വാട്ടർ റിക്വയർമെൻറ്റ് അല്ല ഉള്ളത്. അതായത് നമുക്ക് പറയാം വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ, ജ്യൂട്ട് ഇതൊക്കെ നല്ല വാട്ടർ വേണ്ട വിളകളാണ്, ക്രോപ്സുകളാണ്. കാരണം റൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, റൈസ്, വീറ്റ്, ജ്യൂട്ട്, അപ്പോൾ ഇതൊക്കെ നല്ല വാട്ടർ വേണ്ട ക്രോപ്സാണ്. പക്ഷേ ചില ക്രോപ്സ് ഉണ്ട്, ചോളം, അതുപോലെ ചോളം, മീസസ് അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ വാട്ടർ അത്ര ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇറിഗേഷൻ കൊണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു വാട്ടർ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്സിൻ്റെ അതായത് വളരെ കുറച്ച് വാട്ടർ ആവശ്യമുള്ള ക്രോപ്സ് അവിടെ കൃഷി ചെയ്താൽ മതി. വാട്ടർ നല്ല അവൈലബിൾ ആയിട്ടുള്ള പ്ലേസിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇങ്ങനെയുള്ള ക്രോപ്സ് കൃഷി ചെയ്യണം, റൈസ് പോലുള്ള ക്രോപ്സ് കൃഷി ചെയ്യണം. അപ്പോൾ ഇറിഗേഷൻ പെട്ടെന്ന് നടത്താനും ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഇറിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കൾട്ടിവേഷൻ ഇൻ സെമി ആരിഡ് റീജിയൻസ്. സെമി ആരിഡ് റീജിയൻ ഞാൻ പറഞ്ഞു. എന്താണ് സെമി ആരിഡ് റീജിയൻ? സെമി ആരിഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ ചില ഡ്രൈ ലാൻഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതായത് മഴ കുറവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൃഷി ചെയ്യാനും ഈ ഇറിഗേഷൻ ആവശ്യമാണ്. അത്രയേ ഉള്ളൂ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അൺസർട്ടൻ റെയിൻഫോൾ ഇൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് എക്സെട്ര. ഞാൻ നേരത്തെ പറഞ്ഞു, ആസാമിലും മധ്യപ്രദേശിലും ഒക്കെ കൃഷി ചെയ്യുന്നത് വളരെ അസമിൽ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ വളരെ മഴ വളരെ കുറവുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇറിഗേഷൻ കൊണ്ട് തന്നെയായിരിക്കും കൂടുതലും കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ കനാൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കനാൽ, മഹാത്മാഗാന്ധി കനാൽ, അങ്ങനെ ഒരുപാട് കനാൽ സിസ്റ്റംസ് ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണത്? ഇറിഗേഷന് വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഗുജറാത്തിൽ ഇപ്പം ഏറ്റവും വലിയൊരു ഡാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സർദാർ സരോവർ ഡാം നിങ്ങൾ കേട്ടില്ലേ? വളരെ വലിയൊരു ഡാമാണത്. അപ്പോൾ അത് ഇറിഗേഷൻ പർപ്പസിനുള്ള ഒരു ഡാം തന്നെയാണ്. ഓക്കെ, അതുപോലെ ഒരുപാട് ഡാംസും കനാൽസും സിസ്റ്റംസും കൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിലുള്ള മിക്ക സ്റ്റേറ്റുകളിലും ഈ ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്ഥലത്തുള്ളതുപോലെ മഴയൊന്നും അന്യ സംസ്ഥാനത്തൊന്നും ഇല്ല. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനാണ്. എന്താണ് ഇറിഗേഷൻ മെത്തേഡ്സ്? ആദ്യം ഉള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇറിഗേഷൻ ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. നമുക്ക് രണ്ടായിട്ട് തന്നെ തരംതിരിക്കാം. ഡിവൈഡ് ഇൻറ്റു 2 broad categories.
ഫസ്റ്റ് ഈസ് പ്രിമിറ്റീവ് മെത്തേഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മോഡേൺ മെത്തേഡ്. ഓക്കെ, പ്രിമിറ്റീവ് മെത്തേഡ്, മോഡേൺ മെത്തേഡ്. നമ്മളറിയാം പ്രിമിറ്റീവ് എന്താണ് പ്രിമിറ്റീവ് വാക്കിൻ്റെ അർത്ഥം? അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്ത മെത്തേഡ്, അതായത് പഴയ ആൾക്കാർ ചെയ്തില്ലേ. ഓക്കെ, പുരാതന കാലത്ത് ഉള്ള മെത്തേഡ്, പുരാതന അല്ല കുറച്ച് പഴക്കം ചെന്ന മെത്തേഡ്, അതാണ് പ്രിമിറ്റീവ് മെത്തേഡ്. മോഡേൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക രീതിയിലുള്ള മോഡേണൈസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള മെത്തേഡാണ് മോഡേൺ മെത്തേഡ്. അപ്പോൾ എന്താണ് പ്രിമിറ്റീവ് മെത്തേഡിനകത്ത് വരുന്നത്? വെൽസ്, ടാങ്ക്സ്, ഇനൻറ്റേഷൻ കനാൽസ്, ഈ മൂന്നെണ്ണമാണ് പ്രിമിറ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? വെൽസ്, ടാങ്ക്സ്, ഇനൻറ്റേഷൻ, കനാൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയും 3 മെത്തേഡാണ് പ്രിമിറ്റീവ് മെത്തേഡിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രിമിറ്റീവ് മെത്തേഡെന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, പ്രിമിറ്റീവ് മെത്തേഡിനകത്ത് ആദ്യം വരുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെൽ. എന്താണ് വെല്ല്? വെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വെല്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴിയാണ്. ഓക്കെ, നമ്മൾ കിണർ കണ്ടിട്ടില്ലേ? ഇത് ഒരു ഹോളോ, ഡഗ് ഔട്ട് ഒരു ഹോളോ മെയ്ഡ് ഇൻ ഗ്രൗണ്ട് ടു ഒബ്റ്റെയിൻ സബ്സോയിൽ വാട്ടർ. അതായത് സോയിലിന് അടിയിലുള്ള ഗ്രൗണ്ട് വാട്ടർ ലഭിക്കാൻ വേണ്ടി നമ്മൾ കുഴിക്കുന്ന ചെറിയൊരു കുഴിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെല്ലെന്ന് വിളിക്കുന്നത്. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. വാട്ടർ ഈസ് റൈസ്ഡ് ബൈ മാനുവൽ ലേബർ ഓർ പമ്പ്. അതായത് നമ്മൾ കുഴിച്ചൊരു ഡിസ്റ്റൻസ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വെള്ളം കിട്ടും. ആ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാനുവൽ ലേബർ ഉപയോഗിച്ച്, നമ്മുടെ തൊട്ടിയും കയർ ഉപയോഗിച്ച് കോരിയെടുക്കാം, അല്ലെങ്കിൽ എന്തുപയോഗിച്ച്? പമ്പ് ഉപയോഗിച്ച് അടിച്ച് കയറ്റാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ വെൽസ് ആർ ഫൗണ്ട് ഓൺലി വെയർ സഫിഷ്യൻറ്റ് ഗ്രൗണ്ട് വാട്ടർ ഈസ് അവൈലബിൾ, വെയർ ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഈസ് നോട്ട് വെരി ഡീപ്പ് and where the soil is soft enough to allow the digging of wells. Well irrigation is concentrated mainly in Uttar Pradesh, Rajasthan, Punjab, Bihar and Haryana. അപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഗ്രൗണ്ട് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് പറ്റൂ? ഈ വെൽ ഇറിഗേഷൻ പറ്റൂ. കാരണം കൂടുതൽ വാട്ടർ ലഭിക്കണം. ഒരു നല്ലൊരു ഒരു ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുപോയി കിണർ കുഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ അവൈലബിൾ ആവണം. ഓക്കെ, where the groundwater level is not very deep and where the soil is soft enough to allow the digging of wells. അതായത് സോയിൽ സോഫ്റ്റ് ആയിരിക്കണം, വലിയ കുഴിച്ചു വെച്ചുമ്പോൾ പാറയൊന്നും വരാൻ പാടില്ല. അപ്പോൾ നല്ല സോയിൽ സോഫ്റ്റ് ആയിരിക്കണം. മാത്രമല്ല എന്താണ് ഒരു പർട്ടിക്കുലർ കുഴി കുഴിക്കുമ്പോൾ തന്നെ, അതായത് ഒരു ഡെപ്ത് എത്തുമ്പോൾ തന്നെ എന്താണ് വാട്ടറും കിട്ടണം. അപ്പോൾ വെൽ ഇറിഗേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകളിലാണ്. അടുത്തത് വെൽസ് ആർ സിംപ്ലസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ. വെൽസ് ക്യാൻ ബി ഡഗ് ഔട്ട് അറ്റ് എനി കൺവീനിയൻറ്റ് പ്ലേസ്. അപ്പോൾ വെൽസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് ഈ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഈ വെല്ലെന്ന് പറയുന്നത് ചീപ്പസ്റ്റ് ആണ്. വെൽ ക്യാൻ ബി ഡഗ് ഔട്ട് അറ്റ് എനി കൺവീനിയൻറ്റ് പ്ലേസ്. ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് കുഴിക്കാൻ പറ്റും. ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ ആൻഡ് മേ ബി യൂസ്ഡ് ആസ് ആൻഡ് വെൻ നെസസറി അറൈസസ്. അതായത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ ആണ്, വേറെ ഒന്നിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വേറെ കനാൽസിനെയോ മഴയൊന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും കുഴിച്ചിട്ട് വെള്ളം കിട്ടുന്നെങ്കിൽ ഓക്കെ, അവിടെ നിന്ന് ഇറിഗേഷൻ ചെയ്യാം. അതാണ് വെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. അപ്പോൾ ഈ പോയിന്റ് നോക്കേ, നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ് വെൽ ഇറിഗേഷൻ്റെ ഏറ്റവും മികച്ച അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാൻ. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് നോക്കേ, വെൽസ് എന്ന് പറയുന്നത് ചീപ്പാണ്. ഫസ്റ്റ് പോയിൻറ്റ് ചീപ്പാണ്. അടുത്ത പോയിൻറ്റ് ഈസിയാണ്. അടുത്തത് സബ്ജക്റ്റ് ടു ലെസ് ഇവാപ്പറേഷൻ. ഓക്കെ, വെൽസ് എന്താണ്? സബ്ജക്റ്റ് ടു ലെസ് ഇവാപ്പറേഷൻ. കാരണം ഈ സോയിലിൻ്റെ താഴെ കിടക്കുമല്ലേ, അപ്പോൾ ഇവാപ്പറേഷൻ വളരെ കുറവായിരിക്കും. അടുത്തത് ഒക്കുപേസ് ലെസ് സ്പേസ്, വളരെ കുറച്ച് സ്ഥലം മതി. അടുത്തത് കൺവീനിയൻറ്റ് ടു ഡിഗ് ബൈ ഇൻഡിവിജ്വൽ ഫാമേഴ്സ്, നമുക്ക് തന്നെ കുഴിക്കാനേ ഉള്ളൂ. ചില ഈ നദിക്കരയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ വെള്ളം ലഭിക്കും. അതാണ് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈസ് റിച്ച് ഇൻ മിനറൽസ് വിച്ച് ആഡഡ് ടു ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടറിനുള്ള മിനറൽസിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സോയിലിന് ഫെർട്ടിലിറ്റി കൂടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വെൽസിലുള്ള വാട്ടർ. അടുത്തത് ഈ വെല്ലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതായത് വെല്ലെന്ന് പറയുന്നത് എന്താണ്? റൺ ഡ്രൈ ഡ്യൂ ടു എക്സസീവ് യൂസ്. അതായത് വളരെ കൂടുതൽ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെള്ളം തീർന്നു പോകും. ഓക്കെ, അതായത് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് പിന്നെ ഇതിൽ നിന്ന് വെള്ളം ലഭിക്കുമോ? ഇല്ല. പിന്നെ ഇന്നല്ല കുറച്ച് ദിവസങ്ങൾ കഴിയണം, കുറച്ച് സീസൺസ് കഴിയണം. അടുത്തത് വാട്ടർ ടേബിൾ ഡിക്രീസസ് ഇൻ സമ്മർ. ഇത് തന്നെയാണ്, സമ്മറിൽ വളരെ ഹോട്ട് പ്ലേസസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സമ്മറിൽ എന്ത് ചെയ്യുന്നു? കിണറിലെ വെള്ളം വറ്റും. അടുത്തത് വാട്ടർ മേ ടേൺ ബ്രാക്കിഷ് ഓർ സാൾട്ടി അൺഫിറ്റ് ഫോർ കൾട്ടിവേഷൻ. അത് ചിലപ്പോഴൊക്കെ ചില കിണറ്റുകളിൽ നിന്നുള്ള വെള്ളം ചില ബ്രാക്കിഷ് ആയുള്ള, അതായത് ഉപ്പുവെള്ളം ആവാറുണ്ട്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും ഈ നമ്മുടെ എന്താണ് ഓഷൻസിൻ്റെ ഒക്കെ അടുത്തുള്ള, അതായത് സീയുടെ ഒക്കെ അടുത്തുള്ള, കടലിൻ്റെ ഒക്കെ അടുത്തുള്ള കിണറിൻ്റെ അടുത്തുള്ള വെള്ളം ബ്രാക്കിഷ് വാട്ടർ ആവാറുണ്ട്. അതായത് ഉപ്പുവെള്ളം ഒക്കെ ആവാറുണ്ട്.
അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ചെടികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് വെൽ ഇറിഗേഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ടാങ്ക് ഇറിഗേഷനാണ്. അടുത്ത നമ്മുടെ പ്രിമിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ടാങ്ക് ഇറിഗേഷനാണ്. എന്താണ് ടാങ്ക് ഇറിഗേഷൻ? ദിസ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഈസ് ഡൺ ബൈ കൺസ്ട്രക്ടിങ് എർത്തൺ ഓർ മേസണറി വാൾസ് across a stream or depression. Rainwater during the rainy season collects here and it is then used when needed, especially in the dry season. The groundwater below the tank should be rocky to prevent percolation of water. Tanks are of varying sizes but most tanks are small. അതായത് ടാങ്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വായിച്ച് നോക്കേ. അതായത് എന്താണ്, ഒരു വലിയൊരു നദിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രീമുണ്ട്. ആ സ്ട്രീമിന് ചുറ്റും എന്ത് പണിയും? ഒരു മേസണറി വാളോ അല്ലെങ്കിൽ ചെറിയൊരു കുഴിയോ ഒക്കെ പണിത് വെക്കും. എന്തിനാണ്? ഈ വാട്ടർ എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെക്കാനാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പ്ലേസിലൊക്കെ എന്താണ് വലിയൊരു കോൺക്രീറ്റൊക്കെ വെച്ച് ടാങ്ക് പണിയും. എന്നിട്ട് അതിൻ്റെ മൂടി തുറന്നിട്ടേക്കും. അതിനകത്ത് കുറച്ച് ഫിൽറ്ററൊക്കെ വെച്ചേക്കും മേളിൽ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളം ഈ ഫിൽറ്ററിൽ കൂടെ അരിച്ചിറങ്ങി ഈ ടാങ്കിൽ വീഴും. അപ്പം സ്റ്റോർ ചെയ്ത് വെച്ചേക്കും കുറച്ച് നാൾ. അങ്ങനെ ഒരുപാട് ടാങ്കുകൾ ഇങ്ങനെ പണിഞ്ഞ് അവരുടെ ചുറ്റും വെച്ചേക്കും. ഓക്കെ. അപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ റെയിൻ വാട്ടർ ഹാർവസ്റ്റിനാണ് മെയിൻലി എന്ത് പണിയുന്നത്, ടാങ്ക് പണിയുന്നത്. ഓക്കെ. മാത്രമല്ല അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞത് പോയിന്റ്, ഓക്കെ, ദ ഗ്രൗണ്ട് വാട്ടർ ബിലോ ദ ടാങ്ക് ഷുഡ് ബി റോക്കി ടു പ്രിവെൻറ്റ് പെർക്കുലേഷൻ ഓഫ് വാട്ടർ. ടാങ്ക്സ് ആർ അതായത് ചില ഈ ടാങ്കിൻ്റെ അടിയിലൊക്കെ ചില കല്ലുകൾ ഇട്ട് വെച്ചേക്കും. അപ്പോൾ കല്ലുകൾ ഇട്ട് വെച്ചേക്കുന്നത് കൊണ്ട് എന്താണ്, ഈ വാട്ടർ ഈ കല്ലുകളുടെ ഇടയിലൂടെ അരിച്ചിറങ്ങും. അതിൽ പെർക്കുലേഷൻ ഓഫ് വാട്ടർ തടയും. പെർക്കുലേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറെല്ലാം കൂടെ ഇങ്ങനെ കൂടിച്ചേർന്ന് അഴുക്ക് പിടിച്ചിടക്കുന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ചെറിയ കല്ലുകളൊക്കെ അതിനകത്ത് താഴെ ഇട്ടേക്കും. നിങ്ങൾ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, ചില സ്കൂളിലൊക്കെ ഉണ്ട്, സർക്കാർ സ്കൂളിലൊക്കെ ഇങ്ങനെ പണിത് കൊടുക്കും റെയിൻ വാട്ടർ ഹാർവസ്റ്റിന് വേണ്ടി ടാങ്കുകളൊക്കെ. കോൺക്രീറ്റ് ടാങ്കുകളാണ് പണിത് കൊടുക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ടെറസിലുള്ള വെള്ളവും ബാക്കിയുള്ള വെള്ളമൊക്കെ ഇവിടെ വന്ന് വീഴും. ഈ ടാങ്കിൽ വന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഈ ടാങ്കിൽ വന്ന് വീഴും. അപ്പോൾ കുട്ടികളൊക്കെ അതിൽ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത്. ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതാണ് ടാങ്ക് ഇറിഗേഷനകത്ത് പറയുന്നത്. ഓക്കെ. നോട്ടെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ക്ലാസ് തൊട്ട് നോട്ട് എന്താണ് PPT ആക്കി, അതായത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനാക്കി തരാം. ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനകത്തുള്ള നോട്ട് തന്നെയാണ് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ. നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ വായിക്കുകയും ചെയ്യുക. പരീക്ഷ എഴുതുമ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഈ നോട്ട് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതെന്ന് പറയുന്നത്, ഓക്കെ, ഇങ്ങോട്ട് നോക്കുന്നത് ടാങ്ക് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. എന്താണ് ടാങ്ക് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ദ ഹാർഡ് റോക്സ് അണ്ടർലൈങ് ലാർജ് ഏരിയാസ് ഇൻ ദ ഡെക്കാൻ ഡു നോട്ട് അലോ പെർക്കുലേഷൻ ഓഫ് വാട്ടർ ഈസിലി. ഓക്കെ. ഹാർഡ് റോക്സിന് അണ്ടർലൈങ് ലാർജ് ഏരിയാസ്, അതായത് ഈ രാജസ്ഥാൻ പോലുള്ള ഏരിയസിലൊക്കെ വളരെ വലിയ റോക്സ് ആണുള്ളത്. അപ്പോൾ റോക്സിനകത്തൊക്കെ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്തില്ല, ഈ റെയിൻ വാട്ടർ എന്ത് ചെയ്യുന്നില്ല, ഈ റോക്സൊക്കെ ഉള്ളത് കാരണം അങ്ങോട്ട് താഴ്ന്നു പോകത്തില്ല. ഓക്കെ. അതുകൊണ്ട് പെർക്കുലേഷൻ ഓഫ് വാട്ടർ നടത്തില്ല. അതാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. അരിച്ചിറങ്ങുന്നതിനെയാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. സോയിൽ കൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇറങ്ങുന്നതിനാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെയിൻ വാട്ടറൊക്കെ എന്താണ് അവിടെ റൺ ഓഫ് ചെയ്യാണ് പറയുന്നത്. അതായത് സർഫസിൽ കൂടെ ഒഴുകി അങ്ങ് എവിടെയെങ്കിലും ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ. അതുകൊണ്ട് എന്താണ് അവർ ടാങ്ക് പണിയുന്നു. അഡ്വാൻറ്റേജസ്, അതായത് നോർത്തേൺ ഏരിയസ്, ഇന്ത്യയുടെ നോർത്തേൺ റീജിയൻസിലൊക്കെ ടാങ്ക് പണിയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ഹാർഡ് റോക്സാണ്. അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ടാങ്ക് പണിത് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് undulating surface forms natural depressions. These hollows may have a simple dam across them. Thus tanks are simple and easy and cheap to build. അപ്പോൾ അവർ പറയുന്നേ ഉള്ളൂ, ടാങ്ക്സ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മേസണറി കൺസ്ട്രക്ഷനാണ്. അടുത്തെന്ന് പറയുന്നത്, മെനി സ്ട്രീംസ് ഹാവ് അബണ്ടൻറ്റ് വാട്ടർ ഒൺലി ഡ്യൂറിങ് ദ റെയിനി സീസൺ ബട്ട് ഡ്രൈ അപ്പ് വെൻ ദ റെയിൻസ് സീസ്. Tanks enable people to store this water which would otherwise have flowed out യൂസ്ലെസ്ലി. അപ്പം എന്താണ്, റെയിൻ വാട്ടർ സീസണിൽ ഒരുപാട് വാട്ടർ ഉണ്ട്, ഡ്രൈ ആകുമ്പം വളരെ കുറച്ചേ വാട്ടർ ഉള്ളൂ. അപ്പം ആ ഡ്രൈ സീസണിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു, ടാങ്ക് ഇറിഗേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത, ടാങ്ക്സ് ആർ ആൾസോ ഹെൽപ്പ് ഇൻ റൈസിങ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ ഓഫ് വെൽസ് ഫൗണ്ട് ഇൻ ദ സറൗണ്ടിങ് ഏരിയാസ്. അപ്പോൾ ടാങ്ക്സ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വെല്ലിനകത്തുള്ള ഇത് കൂടുന്നതും വളരെ സഹായകമായിരിക്കും. ഓക്കെ. അടുത്തത്, വാട്ടർ കൂടുന്നത് വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പം ഈ ടാങ്ക് ഇറിഗേഷനകത്ത് 2 തരത്തിലുള്ള ടാങ്കുണ്ട്. അത് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടാങ്കുണ്ട്, ഗ്രൗണ്ട് ലെവലിലേക്ക് താഴ്ത്തി വിടാനുള്ള ടാങ്കും ഉണ്ട്. ഓക്കെ, അപ്പം ഗ്രൗണ്ടിലേക്ക് താഴ്ത്തി വിടുമ്പോൾ എന്താണ്, ഈ വാട്ടർ താഴ്ന്നു പോകുന്നത് ഗ്രൗണ്ട് ലെവൽ ഭൂമിയുടെ അടിയിലോട്ട് താഴ്ന്നു പോകും. അപ്പോൾ അത് അടുത്തുള്ള കിണറുകളിൽ എന്താണ്, വാട്ടർ കൂട്ടുകയും ചെയ്യും. ഓക്കെ, നമ്മൾ കുഴി ഒഴിക്കുന്ന പോലെ തെങ്ങിനൊക്കെ കുഴി ഒഴിച്ച് വെക്കത്തില്ലേ, അപ്പോൾ തെങ്ങിൻ്റെ തടത്തിനകത്ത് വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ അത് എന്തായി മാറും, കിണറിൽ വീണ്ടും വെള്ളം വരാൻ കാരണമാകും, കൂടുതൽ വെള്ളം വരാൻ കാരണം. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, അപ്പാർട്ട് ഫ്രം ദ ഇറിഗേഷൻ ഇൻ മെനി വില്ലേജസ് ടാങ്ക്സ് ഫോം ദ ഒൺലി സോഴ്സ് ഓഫ് വാട്ടർ ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. അപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും എന്തുണ്ട്, ടാങ്കിനകത്തുള്ള ടാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അതാണ് പാഠം. ഓക്കെ, അടുത്തത്, ഹൗവർ ടാങ്ക്സ് ഹാവ് സം ഡിസഡ്വാൻറ്റേജ് ആസ് വെൽ വെൻ കമ്പയർഡ് ടു ഓർഡിനറി വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്. അതായത് ടാങ്കിനും എന്തുണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് ടാങ്കിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ടാങ്ക് ഒക്കുപൈ ലാർജ് സർഫസ് ഏരിയ വിച്ച് കുഡ് അതർവൈസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ. അതായത് ടാങ്ക് നിർമ്മിക്കണമെങ്കിൽ വളരെ വലിയൊരു ഏരിയ ആവശ്യമാണ്. നമ്മുടെ പണച്ചെലവുണ്ട്. ഓക്കെ, കാരണം കോൺക്രീറ്റ് ടാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പണച്ചെലവുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് വരുന്നത്. മെനി ടാങ്ക്സ് ഡ്രൈ അപ്പ് ഡ്യൂറിങ് ദ ഡ്രൈ സീസൺ ആൻഡ് ഫെയിൽ ടു പ്രൊവൈഡ് വാട്ടർ ഫോർ ഇറിഗേഷൻ വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് മോസ്റ്റ്. അതായത് ഇപ്പോൾ ചെറിയ ടാങ്ക് പണിത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സീസൺ ആകുമ്പോൾ എന്താണ്, പെട്ടെന്ന് വെള്ളം തീർന്നു പോകും. ഓക്കെ, അപ്പോൾ വലിയ ടാങ്ക് തന്നെ നിർമ്മിക്കണം. ചെറിയ ടാങ്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡ്രൈ ഔട്ടായി പോകും. അടുത്തൊരു പോയിൻറ്റ്, സിൽറ്റിംഗ് ഓഫ് ടാങ്ക്സ് ഈസ് എ പ്രോബ്ലം ആൻഡ് ഡീസിൽറ്റിംഗ് ഓഫ് ദീസ് ടാങ്ക്സ് ഈസ് ഓഫൺ റിക്വയർഡ്. സിൽറ്റിംഗ് ഓഫ് ടാങ്ക്സ് എന്ന് പറയുന്നത്, അതായത് വാട്ടർ ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനാണ് പറയുന്നത്. ഈ കൂടുതൽ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴേ ആ വെള്ളത്തിനകത്തുള്ള ആ സോയിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ അടിഞ്ഞു കൂടും, ക്ലേ ഒക്കെ അവിടെ അടിഞ്ഞു കൂടും. അപ്പോൾ അതാണ് സിൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ടാങ്കിനെ വീണ്ടും പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഡീസിൽറ്റിംഗ് ചെയ്യണം. അതായത് അതിനകത്തുള്ള ക്ലേയും മണ്ണൊക്കെ എടുത്ത് മാറ്റി അതിനെ ക്ലീൻ ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണ്, ഇങ്ങനെ അഡിക്വേറ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അടുത്ത പ്രിമിറ്റീവ് എന്താണ്, അത് മൂന്നാമത് വരുന്നതാണ് ഇനണ്ടേഷൻ കനാൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് കനാൽസ് ആർ ഫ്ലഡ് വാട്ടർ കനാൽസ് ആൻഡ് ഹാവ് വാട്ടർ ഇൻ ദം ഓൺലി വെൻ ദ റിവർ ഈസ് ഫ്ലഡഡ് ഡ്യൂറിങ് ദ റെയിനി സീസൺ ആൻഡ് ആർ solely depend on the rainfall for its supply. These canals are taken out from the rivers without any regulating system like weirs or their head. However, many inundation canals are being converted into perennial canals. Many of them are found near river Satluj which has high floods during the rainy season. അതായത് ഇനണ്ടേഷൻ കനാൽസ് എന്ന് പറയുന്നത് റെയിനി സീസൺസിലുള്ള, അതായത് ഇപ്പോൾ ഒരു നദി ഒഴുകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നദിയിൽ നല്ല വാട്ടറൊന്നുമില്ല, പക്ഷേ റെയിനി സീസൺ ആകുമ്പോൾ ഈ നദിയിൽ നല്ല വാട്ടർ വരും. അപ്പം ഇറിഗേഷൻ, ഈ നദിയും ഈ നമ്മുടെ ക്രോപ്പ് നട്ടുന്ന സ്ഥലവും, അതായത് ഫാമിംഗ് ലാൻഡും വളരെ ദൂരത്താണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നദിയും ഈ സ്ഥലവും തമ്മിലൊരു കനാൽ പണിയും. ഓക്കെ, പക്ഷേ ആ കനാൽ പണിയുമ്പോൾ ആ കനാലിനകത്തുള്ള വെള്ളം, അതായത് കനാലിനകത്ത് എപ്പോഴും വെള്ളം കാണുന്നില്ല. ഈ നദി റെയിനി സീസണിൽ നല്ല കരകവിഞ്ഞ് ഒഴുകുമ്പോൾ എന്താണ്, ഈ നദിയിലുള്ള വെള്ളം എങ്ങോട്ട് തിരിച്ചിടും, ഈ കനാലിലോട്ട് തിരിച്ചിടും. ആ കനാലിലുള്ള വെള്ളം എങ്ങോട്ട് പോകും, ആ ലാൻഡിലോട്ട് പോകും, ഫാമിംഗ് ലാൻഡിലോട്ട് പോകും. അപ്പോൾ അതാണ് പറയുന്നത്, അതായത് ഫ്ലഡോ അല്ലെങ്കിൽ റെയിനി സീസണിലോ മാത്രം ആക്റ്റീവായി നിൽക്കുന്ന കനാലാണ് എന്ന് പറയുന്നത് ഇനണ്ടേഷൻ കനാൽ എന്ന് പറയുന്നത്. നദിയിലുള്ള വെള്ളം ഡയറക്റ്റായിട്ട് നമ്മൾ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനണ്ടേഷൻ കനാൽസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇനണ്ടേഷൻ കനാൽസിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങളിത് നോക്കുക. ഞാൻ തന്ന ഈ PPT-യിലുള്ള നോട്ട് തന്നെയാണ് നിങ്ങൾ എക്സാമിന് എഴുതിയാലും മതി. ഓക്കെ.